ഇത് ആൽമരങ്ങളാണ്, ബനിയൻ ട്രീ. വയനാട് പൂക്കോട് ലേക്കിന്റെ അടുത്തുള്ള ഒരു ചെറിയ പാർക്ക് അല്ലേ, അക്വേറിയം ഒക്കെ ഉണ്ട്. അക്വേറിയം അത്ര വലിയ അക്വേറിയം ഒന്നുമില്ല, പക്ഷെ അതിൽ ചില റയർ മത്സ്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. 5 രൂപയുള്ള എൻട്രൻസ് ഫീ. ഇത് അതിനടുത്തുള്ള ചെറിയൊരു സോവനീർ ഷോപ്പ്. നമുക്ക് വയനാടിന്റെ ഓർമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ടുവരാം. ഗാന്ധിഗ്രാം ഷോപ്പാണിത്. അവരുടെ ഏജൻസികൾ അവിടെ കുറെ ഉണ്ട്. നല്ല കരകൗശല വസ്തുക്കള്, തേൻ വാങ്ങിക്കാം, നല്ല ഒറിജിനൽ ഹണി കിട്ടും. തേൻ നെല്ലിക്ക നല്ല ടേസ്റ്റാ. ആ ഒരു ട്രിപ്പിന്റെ ഓർമ്മയ്ക്കായിട്ട് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിപ്പോരാ. ഇനി നമ്മള് പൂക്കോട് ലേക്കിന്ന് ഗ്ലാസ് ബ്രിഡ്ജ് കാണാനായിട്ട് പോവാണ്. റോഡിന്റെ 2 സൈഡിലും കുറെ റെസ്റ്റോറന്റുകളൊക്കെ ഉണ്ട് അല്ലെ. നല്ല റെസ്റ്റോറന്റുകളാണ്, നല്ല ക്ലീൻ, നല്ല ഫുഡ്. ഇങ്ങനെ പോകുമ്പോ ഒരു എക്സ്പീരിയൻസ് ആണ്, എന്തായാലും വരെ എൻജോയ് ചെയ്യാം. ക്ലീൻ ഫുഡ് എല്ലായിടത്തും ക്ലീൻ. അങ്ങനെ നമ്മള് ഗ്ലാസ് ബ്രിഡ്ജ് എത്തി. മുകളിലേക്ക് കുറച്ച് കയറാണ്ട് കേട്ടോ, കുറച്ച് കയറി പോണം. ഒരു എക്സസൈസ് ആയപ്പോ എൻട്രി ഫീ ഉണ്ട്. പ്രോപ്പർട്ടി ആയതുകൊണ്ട് ഇത്തിരി റേറ്റ് കൂടുതലാന്ന് തോന്നുന്നു, പക്ഷെ എന്നാലും വർത്താണ്. നമ്മുടെ നാട്ടിൽ ആദ്യത്തെ ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയി പോയി. മോളിൽ വ്യൂ നല്ല രസമല്ലേ. അതെ, മോളിൽ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്. കാറ്റടിക്കുമ്പോ പേടിക്കണ്ട, ചെറുതായിട്ട് ഇളകണം പോലൊക്കെ തോന്നും, പക്ഷെ പേടിക്കും. താഴേക്ക് നോക്കാൻ മതി, ഒരു പ്രശ്നമില്ല. നിങ്ങളാ ഡ്രസ് കോഡ് റെന്റിന് കിട്ടൂട്ടോ. കൂടെ ഉള്ളതാ. അതില് കയറുമ്പോ അവര് കൊടുക്കണതാണ് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഗ്ലാസ് ബ്രിഡ്ജിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. കയറി തുടങ്ങുമ്പോ ഒരു പേടിയുണ്ടേ, അങ്ങനെ പിടിച്ചൊക്കെ കയറും. പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. താഴേക്ക് നോക്കുമ്പോഴാ ചെറുതായിട്ടൊരു പേടി. താഴെ നോക്കരുത്, എന്ത് വന്നാലും താഴെ നോക്കരുത്. ഇതിന്റെ മുകളിൽ നിന്നിട്ട് കാണാൻ നല്ല ഭംഗിയാണ്, നല്ല വ്യൂ ആണ്. കാറ്റൊക്കെ വരുമ്പോ വയനാട് അൾട്രാ വൈത്തിരിയിലാണ് സ്ഥലം അല്ലെ. വൈത്തിരിന്ന് കുറച്ചുകൂടി അടുത്ത്. പൂക്കോട് ലേക്ക്, വൈത്തിരി ഫെസിലിറ്റി ഉണ്ട്. നമ്മളതിന് എക്സ്ട്രാ ചാർജ് ചെയ്യണം അല്ലേ. വയനാട് അൾട്രാ പാർക്ക് ഡ്രോണിന് പൈസ അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീണ്ടും വരാം. ഇപ്പൊ പുതിയ ഒരുപാട് ഇതുപോലത്തെ പുതിയ അട്രാക്ഷൻസ് കുറെ ഉണ്ട്, പുതിയ പാർക്കുകളുണ്ട്. എന്തായാലും വയനാട് വന്നതിന് നല്ല ഓർമ്മയായിരിക്കും അല്ലേ. ഒരു സിപ്പ് ലൈൻ എന്തായാലും സിപ്പ് ലൈൻ കാണുമ്പോഴേ പേടിക്കുള്ളൂ, പക്ഷെ ചെയ്യുമ്പോ അയ്യോ തീർന്നല്ലോ എന്ന് തോന്നി പോകുന്നു. വേണ്ടത് സാൻഡി സിപ്പ് ലൈൻ പോകാൻ പുറപ്പെടുകയാണ്. സിപ്പ് ലൈൻ ഉണ്ട്, സ്വിംഗ് ഉണ്ട്. സ്വിംഗ് 2-3 ടൈപ്പ് ഉണ്ട്. കംപ്ലീറ്റ് പാക്കേജിന് 1,999 2000 വരും.
കപ്പിൾസ് അങ്ങനെ സാൻഡി പുറപ്പെടുകയാണ്. കുറച്ച് സമയമുള്ളൂ. ഫസ്റ്റ് ടൈം കയറുന്നവർക്ക് ചെറുതായിട്ടൊന്ന് പേടി തോന്നും അല്ലേ? സിപ്പ് ലൈനിന് തീരെ എനിക്കൊന്നും പേടി തോന്നിയില്ല. സ്വിങ്ങിനാണോ പിന്നെ ആ ഒരു പോയിന്റ് സ്വീറ്റി എടുത്തത്. അവര് ഭയങ്കര കെയർഫുൾ ആയിട്ട് അതിന്റെ ബെൽറ്റും ഹെൽമെറ്റും എല്ലാം സേഫ് ആണ്. 100% സേഫ് ആണ്. സ്വീറ്റ് കൊണ്ട് കൂളായിട്ട് ഇരിക്കുക. കൈവിട്ട് കാറ്റൊക്കെ തരുന്നുണ്ട്. ഇതാ മെയിൻ റോഡ് സൈഡിൽ തന്നെ, അത് കാരണം കണ്ടുപിടിക്കാൻ അവരുടെ ഉള്ളിലേക്ക് പോകുന്നു വേണ്ട അല്ലേ? നിനക്ക് ഹായ്. ഇത് രണ്ടാളും ശരിക്കും എൻജോയ് ചെയ്തു. സ്വീറ്റും ശാന്തി ഇങ്ങനെ തിമിർത്ത് അറമാദിക്കുകയാണ് വയനാട് ഗ്ലാസ് ബ്രിഡ്ജിൽ. ആ സീനുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സാൻഡിക്ക് വളരെ ഇഷ്ടമായി എല്ലാം അല്ലേ? നമുക്ക് പോരണ്ടായിരുന്നു. ഗ്ലാസ് ബ്രിഡ്ജിന്റെ ഓപ്പോസിറ്റ് അവിടെ ചെറിയ റിഫ്രഷ്മെന്റിന് ചെറിയ കടകളൊക്കെ ഉണ്ട്, ജ്യൂസ് സ്റ്റാളൊക്കെ ഉണ്ട്. ഗ്ലാസ് ബ്രിഡ്ജ് കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങള് തിരിച്ച് ഫുഡ് കഴിക്കാൻ വൈത്തിരി ടൗണിലേക്ക് വരികയാണ്. റോഡൊക്കെ നല്ല നല്ല നീറ്റ് റോഡാണ്, നല്ല ക്ലീൻ റോഡ്. ട്രാഫിക് കുറവാണ്. ട്രാഫിക് അത് കുറവാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട. പിന്നെ അവിടുത്തെ സീബ്ര ലൈൻ ഒക്കെ വർക്കിംഗ് ആണ്. കേറുമ്പോഴത്തേക്ക് ആൾക്കാർ നിർത്തി തരും. അതെനിക്ക് അവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. പിന്നെ അവിടെ എല്ലായിടത്തും വേസ്റ്റ് ബിൻ ഇങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ട്, വേസ്റ്റ് ബിൻ വെച്ചിട്ടുണ്ട് വേസ്റ്റ് ഇടാനായിട്ട്. വേസ്റ്റ് ഇടാനായിട്ട്. നമ്മുടെ നാട്ടിൽ അത് കാണില്ല. ഇവിടെ ഇപ്പൊ ശിക്ഷാർഹമാണെന്ന് മാത്രമേ കാണുള്ളൂ. ഇവിടെ എല്ലായിടത്തും പോണ വഴിക്ക് ഇങ്ങനെ ആൾക്കാരത് യൂസ് ചെയ്യുന്നുണ്ട്. യൂസ് ചെയ്യും. അതായത് കേരളത്തിന്റെ ഭാഗമാണെന്ന് പറയാൻ സംശയമില്ല. നല്ല വ്യൂ. അത് ലക്കിടി വ്യൂ പോയിന്റ് ആണ് കാണുന്നത്. ഇവിടെ പോകുമ്പോൾ നിങ്ങൾ ഒന്നുകിൽ രാവിലെ നേരത്തെ വരണം, അതല്ലെങ്കിൽ വൈകിട്ട്. നല്ല കോട മഞ്ഞിൽ കാണാനായിട്ട് നല്ല രസം ഉണ്ടാവും. ഉച്ച സമയത്ത് പോയിട്ട് കാര്യമില്ല. വയനാട്